മഴക്കാലത്ത് പ്രകൃതിയിൽ തനിയെ മുളച്ചു പൊന്തുന്ന മുള്ളൻ തൂവയ്ക്ക് കഞ്ഞിത്തൂവ എന്ന പേരുണ്ട് കേട്ടോ. മലബന്ധം അകറ്റി വയറ് സുഖമാക്കി വെക്കാൻ ഇവന് ധാരാളം കഴിവുണ്ട്. ഒരു മുറ മരിഞ്ഞ് തോരനാക്കിയാൽ വീട്ടിലുള്ളവർക്ക് കഞ്ഞിക്കും ചോറിനും ബഹു സന്തോഷമാകും. മൂലക്കുരു പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഇതിന് പ്രതിരോധിക്കാൻ കഴിവുണ്ടത്രേ. പഴമക്കാർ വെറുതെ അല്ല ഇവനെ ധാരാളം ധാരാളം സേവിച്ചിരുന്നത്. ചക്കക്കുരു ചേർത്തും പരിപ്പ് ചേർത്തും തേങ്ങ അരച്ച് കറി വയ്ക്കാം. കാന്താരി ചേർത്ത് താളിക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ച് കടുക് പൊട്ടിച്ച് തോരനും വെക്കാം. സ്വാദിഷ്ടമായ ഒരു ഇലവിഭവം റെഡി. പഴമക്കാരുടെ ഓർമ്മകളിൽ സ്വാദിൻ്റെ കലവറയിലെ ഇഷ്ടവിഭവമായിരുന്നു കേട്ടോ കഞ്ഞിത്തൂവ. പഞ്ഞ കർക്കിടകം ആരോഗ്യകരമാക്കി നിലനിർത്തിയത് കഞ്ഞിത്തൂവ കൂടിയാണല്ലോ. പക്ഷേ കൊടിത്തൂവ വർഗത്തിൽപ്പെട്ടതിനാൽ ഇവൻ അല്പം ചൊറിയുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. കഴുകി അരിഞ്ഞ് ഉപ്പും ചേർത്ത് അടുപ്പത്തിട്ടാൽ പിന്നെ ചൊറിച്ചിലുണ്ടാവില്ല. നെയ്യ് പോലെ മയമാർന്ന കഞ്ഞിത്തൂവയെ ഈ കർക്കിടകത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്.